ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു കീടനാശിനി ഉണ്ടാക്കുകയാണ്. നമ്മൾ മുളകൊക്കെ മുരടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കീടനാശിനിയാണ് ഉണ്ടാക്കുന്നത്. അതിനെന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ കറുവത്തിൻ്റെ ഇലയും കറ്റാർവാഴയാണ് നമുക്ക് അതിന് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിതാ എൻ്റെ അടുത്ത് ഈ ചട്ടിയിലൊക്കെ ഉണ്ട് കറുവത്ത് മുളച്ചിട്ട്. അപ്പോൾ ഏതായാലും ഒക്കെ പറിച്ച് കളയാനുള്ളതാണ്. അപ്പോൾ ഞാനിതാ അതിൻ്റെ തലയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്മേന്ന് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഇത് ഞാൻ ചാക്കിൽ നട്ടൊരു കറുവത്താണ് കേട്ടോ. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ പിന്നെ അത് എടുക്കണ്ടല്ലോ എന്ന് കരുതി അതിന്മേന്ന് എടുത്തു. പിന്നെ നമുക്ക് വേണ്ടതൊരു കറ്റാർവാഴൻ്റെ ഒരു കഷ്ണമാണ് കേട്ടോ. ഇതൊക്കെ കറ്റാർവാഴയാണ്. അപ്പം ഞാനിതാ ഒരു പൊട്ടിച്ചെടുത്ത തലകളുണ്ട്, കുട്ടികൾ പൊട്ടിച്ചെടുത്ത തല ഉണ്ട് അതിൽ. അപ്പം ഞാൻ അതിന്മേന്ന് തന്നെ പൊട്ടിച്ച് ഓരോ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. എൻ്റെ ചട്ടി ഉണ്ടാരും ചിരിക്കരുതേ, കൂട്ടാൻ ചട്ടിയിലൊക്കെയാണ് കറുവത്ത് വെച്ചിട്ട് കറ്റാർവാഴ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ കറുവത്തും കറ്റാർവാഴ എടുത്തു കേട്ടോ. ഇനി നമുക്കിത് നൈസായി ഒന്ന് കട്ട് ചെയ്യണം. വലിയ നൈസൊന്നും വേണ്ട, ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്കിത് നന്നായി അരച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാനതൊരു പഴയ മിക്സിയാണ് കേട്ടോ, ഞാൻ ഉപയോഗിക്കുന്ന മിക്സിയല്ല. ഞാൻ പഴയ മിക്സി എടുത്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കറ്റാർവാഴയും കറുവത്തിൻ്റെ ഇലയും പടെ. നമ്മൾ നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാനതാ ഇത് അരച്ചെടുത്ത് വന്നു കേട്ടോ. ഇത് പഴയ മിക്സി ആയതുകൊണ്ട് നല്ല നൈസായിട്ടൊന്നും അരിയില്ല, കുഴപ്പമില്ല, നമുക്കിതൊന്ന് ഇങ്ങനെ അരഞ്ഞ് കിട്ടിയാൽ മതിയല്ലോ. പിന്നെ നമ്മളിതൊരു പാത്രം എടുത്തിട്ട് ഒരു പഴയ തുണിയോ മുണ്ടോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിതൊന്ന് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ സ്പ്രേയറിൽ അത് കുടുങ്ങും ഇതിൻ്റെ തരിയൊക്കെ, പിന്നെ സ്പ്രേ ചെയ്യാൻ പറ്റില്ല. ഞാനിതാ പഴയൊരു മുണ്ടാണ് എടുത്തിക്കണേ, തോർത്താട്ടോ. തോർത്തെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടിയും പറന്ന് നമ്മളിന്ന് കൈ കൊണ്ടൊന്ന് ഞൊണ്ടി കൊടുക്കണം കേട്ടോ. എന്നാലുള്ളൂ അത് നല്ല അതിൻ്റെ ഇത് കരിഞ്ഞ് പോവുള്ളൂ. അങ്ങനെ ചെയ്ത് നമ്മൾ ഇനി അത് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ മുണ്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കത് പച്ച കളറിൽ ഒരു ചാറുമാരി കിട്ടിയില്ലേ. ഞാൻ ഇതിലിനി വെള്ളം കൂട്ടണില്ല കേട്ടോ. ഞാൻ അത്യാവശ്യം പാകത്തിനുള്ള വെള്ളം കൂട്ടിയാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതൊരു കുപ്പിയിലാക്കി കൊടുക്കണം. അങ്ങനെ ഒരു കുപ്പിയിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുരടിച്ച മുളകാണ്, ഇതിനാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. കേട്ടോ. അത് മുരടിച്ച് പോയതാണ്, ഞാനത് ഒഴിവാക്കണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പം ഞാനൊന്ന് ശ്രമിച്ച് നോക്കാമല്ലോ വെച്ചിട്ടാണ്. ഇതുമാതിരി മുരടിച്ച് പോയ ഒരു മുളകിൻ്റെ തൈയാണിത് കേട്ടോ. ഇത് ഞാൻ ഒഴിവാക്കട്ടെ എന്ന് കരുതിയപ്പോഴാണ് ഞാൻ ഈ മരുന്നൊന്ന് അടിച്ച് കൊടുത്തത്, കീടനാശിനി. അപ്പോൾ ഇത് നല്ല ഉഷാറായി, ഇപ്പോൾ നിറയെ കായും പൂവും കേട്ടോ, ഒരുപാട് പൂവും കായും കൊണ്ടിരുന്നു. അപ്പം ഞാനിനി ബാക്കിയുള്ളതും കൂടെ അങ്ങനെ തന്നെ ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അതിന് ഈ സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ്. ഇനി കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നിറയെ മുളക് പിടിച്ചേക്കണം, ഒരുപാട് ഉണ്ട് കേട്ടോ, ചെറിയതായിട്ട്. പിന്നെ ഞാനിതാ കാന്താരി നട്ട് പിടിപ്പിച്ചതാണിത് കേട്ടോ. അപ്പോൾ അതിനും ഞാൻ അടിച്ചു കൊടുക്കുകയാണ്, അതിനും ഈ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. മുളകിനാണ് കേട്ടോ ഈ മുരടിപ്പ് വേഗം വരുന്നത്. അപ്പോൾ മുളക് പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നന്നായി അതിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ അടിച്ചു കൊടുക്കണം കേട്ടോ. ഇതൊക്കെ അങ്ങനെ അടിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഉഷാറായി വരുന്ന തൈകളാണ് കേട്ടോ. ഇതൊക്കെ പറ്റ മുരടിച്ച് പോയിരുന്നു. ഞാൻ ആ മരുന്ന് ഇതിന് മുന്നേ ഒന്ന് അടിച്ചു കൊടുത്തപ്പോൾ ശരിയായി വരുന്നുണ്ട്. ഒന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.